ചെയ്തു. അപ്പം ഇങ്ങനൊരു കഥാപാത്രം കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? ഇതിനു വേണ്ടി നമ്മൾ എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവുമല്ലോ, എനിക്കൊരു മേജർ റോൾ ചെയ്യണം, എന്റെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അംഗീകാരത്തിൽ ചെയ്യണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയോ? 14 വർഷത്തെ എന്റെ കാത്തിരിപ്പില് എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു സമ്മാനമാണ് ഈ സിനിമ. അത് എന്നിലേക്ക് ഈ ക്യാരക്ടർ എത്തുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം വന്ന സന്തോഷം തന്നെയാണ്. പിന്നെ മനോഹരൻ ഈ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു തരികയും ഈ ഒരു ക്യാരക്ടർ എങ്ങനെ അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ കൂടുതൽ ഈ സിനിമയോട് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യുന്നത്. 14 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാത്തിരിപ്പല്ല. അപ്പം ഏതെങ്കിലും പോയിന്റിൽ എനിക്ക് വേണ്ടത് കിട്ടുന്നില്ല തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഫിലിം അങ്ങനെ ഉണ്ടോ നഷ്ടപ്പെട്ടു? അങ്ങനെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സിനിമ എല്ലാം കൂടെ ഒത്തുചേർന്ന് എനിക്ക് വന്ന ഒരു സിനിമയാണ്. ചിലപ്പോ എന്റെ പ്രാർത്ഥനയുടെ ഒരു വലിയ ഉത്തരവാണ് ഈ സിനിമ. ഗോവിന്ദന്റെ നമസ്കാരം. ടിസ്റ്റ് കൊണ്ടുവരുന്ന കഥാപാത്രം ഗോവിന്ദനാണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രളയശേഷം ജലകന്യ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് എന്നെ അഭിനയിപ്പിച്ചത് മനോജേട്ടനാണ്. എനിക്ക് അഭിനയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത് മനോജേട്ടനാണ്. ഇന്ന് ഒരു ആക്ടറായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനോജേട്ടനാണ്. ആ മനോജേട്ടനാണ് ഒരു സിനിമ അഭിനയിക്കാൻ വിളിച്ചു. ആ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച മനോജേട്ടനാണല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ ഈ സിനിമ ആദ്യം ഒരു നാടകമായിട്ടാണ് ചെയ്തത്. ആ നാടകത്തോടൊപ്പം തന്നെ ഞാനുണ്ടായിരുന്നു. 2019 അതിലാണ് 2019 ചെയ്തൊരു നാടകമായിരുന്നു. അന്ന് കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് A ഗ്രേഡ് കിട്ടിയ ഒരു നാടകമായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റിയും ഈ സിനിമയിലെ മറ്റു 3 ക്യാരക്ടറിനെ പറ്റിയും ഈ സിനിമയുടെ കഥയെ പറ്റിയും എല്ലാം എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു. ഈ നാടകം മനോജേട്ടനും അതുപോലെ തന്നെ എൻ്റെ ആസക്തിയും ചേർന്ന് ഒരു സിനിമയാക്കി രൂപാന്തരപ്പെടുമ്പോഴും അതിൻ്റെ കൂടെയെല്ലാം ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയെ പറ്റിയും ഈ ക്യാരക്ടറിനെ പറ്റിയൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു. പിന്നെ എന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് മനോജേട്ടനും മുന്നോട്ടും എന്നുള്ളതാണ്. പിന്നെ ആശയുടെ കൂടെയും അതുപോലെ തന്നെ രഞ്ജിത്തേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. ഈ സിനിമ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ വിജയ് കമ്പോസ് ചെയ്തൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ പാട്ട് ഞാൻ പാടി അഭിനയിക്കുന്ന ഒരു പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നോർമലി സർക്കാർ ഫണ്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയാണ്? അവർക്ക് ഓൾറെഡി പ്രീകോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതെ, ഈ പ്രോജക്റ്റിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഇത്ര രൂപയ്ക്ക് തീർക്കേണ്ട ഒരു സിനിമയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് കൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു 1.5 കോടി രൂപയ്ക്ക് തീർക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. 1.5 കോടിയിൽ ഒരു 1.10 വരെ നമുക്ക് പണം ചെയ്യാൻ ഉപയോഗിക്കാം, മറ്റ് പ്രമോഷൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 1.10 ഒരു ബാഹുബലി ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് നമ്മൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അത് വെച്ച് പിച്ച് ചെയ്തു. അവിടുത്തെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഓരോ ഘട്ടങ്ങൾ കടന്നാണ് അവസാനത്തെ 2 പേരിലേക്ക് എത്തപ്പെട്ടത്. അപ്പം ആ സബ്ജക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് 2 പേരിൽ ഒരാളാകാൻ പ്രളയശേഷം ജലകന്യക്ക് കഴിഞ്ഞതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.